അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇന്ന് വേറെ എടുത്തതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പറയാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പിന്നെ രണ്ടാമത്തെ ദിവസം പിന്നെയും പോവുക. അടുത്ത ദിവസം പോയി പിന്നെ ബാക്കിയുള്ളതും കൂടി എടുക്കുക. ഇതിനകത്ത് കൂടുതലും വരുന്നത് ഈ കണിക്കൊന്നയുടെ മരമാണ്. കണിക്കൊന്ന നല്ല വെയിറ്റുള്ള മരമാണ്. അത് നമുക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അത് തീയരിക്കാനാണ് കൊള്ളുന്നതെന്ന്. പിന്നീട് ആ വീട്ടിൽ കൊണ്ടുവന്നത് മുറിച്ച് പീസാക്കുന്നത്. അതിന് ശേഷം കുടലേക്ക് വെട്ടി കീറി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് ഫർണിച്ചറൊക്കെ പണിയാൻ നല്ലതായിരുന്നു. അച്ഛൻ ഈ തെങ്ങുകുറ്റി എന്നുള്ള പിടിപെടുത്തിയില്ല. അച്ഛൻ ഏറ്റവും വലിയ പീസ് എന്നെക്കൊണ്ട് കഷ്ടപ്പെടുത്തിക്കണമെന്ന് കരുതി അച്ഛൻ ഈ വലിയ പീസ് പോയി എടുക്കുന്നത്. അച്ഛനും വയ്യേ. അപ്പോൾ പിന്നെ എനിക്ക് സങ്കടം തോന്നും. അച്ഛൻ പറയും ഞാൻ പിടിക്കണ്ട എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്നെക്കൊണ്ടാകുന്നതൊക്കെ പെറുക്കി ഇട്ടിച്ചിട്ട് മാക്സിമം കഴിഞ്ഞിട്ട് ഞാൻ ഓടിച്ചില്ല അച്ഛൻ്റെ. കാരണം ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്ന പോലെ എന്നെ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞ മാതിരി കണ്ട് ഞങ്ങൾ രണ്ടുപേരോട് പിടിച്ചപ്പോൾ അത് ഈസിയായിട്ട് കയറിപ്പോയി. എന്നിട്ട് കുറച്ച് നേരം വണ്ടി ഏകദേശം ഫുള്ളായി കഴിഞ്ഞപ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നി. തീരെ ടയേർഡായി. ഫുള്ള് വണ്ടി നിറഞ്ഞു അപ്പോഴത്തേന് ഞാൻ പോയിരുന്ന് റെസ്റ്റ് എടുക്കുക. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ നമുക്ക് പോയേക്കാം, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് പോയേക്കാമെന്ന് കരുതി. ഫുള്ള് ഞാൻ വിയർത്ത് കുളിച്ചു. അങ്ങനെ വണ്ടി എടുക്കുക. അച്ഛൻ്റെ പാരൻസിന് ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് പോവാം. പിന്നെ ഞങ്ങൾ അങ്ങനെ ഞാൻ വീഡിയോ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സൗന്ദര്യമുള്ളതായിട്ട് ഞാൻ തോന്നി. ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ വിയർത്ത് കുളിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭംഗിയുള്ളതായിട്ട് തോന്നും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കടയിൽ കയറി സർബത്ത് കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ജ്യൂസ് കൂടെ ചോദിച്ചു. എന്നാൽ ചേട്ടൻ ചോദിച്ചു ആർക്കാ ജ്യൂസ്? ഞാൻ പറഞ്ഞു അത് എനിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 2 വെള്ളം കുടിച്ചു.